ആ ചെളിയും പായലും എല്ലാം ഒന്ന് തൂത്ത് വാരി ആ കൊട്ടക്കകത്ത് കയറ്റണേ. കേറ്റാ എല്ലാം തൂത്ത് വായിക്കൊണ്ടിരിക്കുക. ആ കൊട്ടക്കകത്ത് കയറ്റ്. എന്തോ ഒരു ചപ്പാണ് നിറയെ വൃത്തികേടാണ് മൊത്തം. ആ പിടിക്കട്ടെ. എല്ലാം ക്ലീനാ. എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. കിണറിന്റെ അടി സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ആ സാധനമായിട്ട് കയറുക. അണ്ണാ, ഈ സാധനം അടിക്കാൻ എന്തിനാ അച്ചാറല്ലേ അണ്ണാ നല്ലത്? പിന്നെ ഈ മുറുക്കത്തിലാണ്. അത് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്കൊന്ന് റിവേഴ്സ് പോവാം. അപ്പം നിനക്ക് മനസ്സിലാവും. എന്റെ ദൈവമേ, വെള്ളം കോരി എന്റെ നടു ഒടിഞ്ഞ് ഈ കിണറ്റിൽ വെള്ളം കലങ്ങി കിടക്കാൻ തുടങ്ങിയ ആഴ്ച ഒന്നായി. ഇങ്ങനെ 5000 രൂപ കൊടുത്ത് വിട്ടതാ ഈ കിണറൊന്ന് പറ്റിക്കാൻ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കിണർ പറ്റിക്കുമല്ലായിരുന്നു, എന്നെ പറ്റിക്കുമായിരുന്നു. എന്തെടുക്കുവാ? എന്താ അങ്ങ് വിഴുങ്ങിയത്? വെള്ളം അമൂല്യമല്ലേ, പാഴാക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 കിലോമീറ്റർ ചുമന്നാ ഞാൻ ഈ വെള്ളം കൊണ്ട് വരുന്നത് കേട്ടോ. അയ്യോ, അത് ഭയങ്കര സംഭവം തന്നെ. എന്തുവാ? അത് ഭയങ്കര സംഭവം തന്നെ. എന്തുവാന്ന്? ചുമന്ന് വെള്ളം കൊണ്ടുവന്നാൽ 2 കിലോമീറ്റർ അളന്നും വരുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തന്നെ. എന്റെ ദൈവമേ, ഇളെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റ് മടുത്തു പോയി കേട്ടോ. അങ്ങനെയാണ് കല്യാണത്തിന് മുമ്പ് പോയാൽ പോരായിരുന്നോ? എവിടെ? മടത്തി പോകാന്ന് പറഞ്ഞു. ഞാൻ 5000 രൂപ പലിശക്കാരൻ നേരത്താണ് നിങ്ങൾക്ക് തന്ന വെള്ളം പറ്റിക്കാൻ വേണ്ടി. 5000 രൂപ തന്നെന്ന് പറഞ്ഞ് ഞാൻ അത് നഷ്ടപ്പെടുത്തിയിട്ടൊന്നും ഇല്ല. നിങ്ങൾ എന്തോ ചെയ്തേ? നിന്റെ തള്ളയുടെ ഒരേ ഒരു മരുമോനില്ലേ, അവൻ ഒരു ജോഡി ഡ്രസ്സ് മേടിച്ചു കൊടുത്ത്. അതാണ് ഞാൻ ചെയ്തത് തെറ്റ്. അത് തെറ്റല്ല. അയ്യോ, അത് നിങ്ങളല്ലയോ? ആ ഡ്രസ്സ് ഞാൻ ഇട്ടാ കഴിക്കൂ. ഇത് പുതിയ ഡ്രസ് ഒന്നും മേടിച്ചല്ല, പിന്നെ പഴയ ഡ്രസ് ഇട്ടോടെ നിങ്ങൾ കള്ള് മേടിക്കാൻ പോയതാ. വേണ്ട, എന്റെ സുമ അങ്ങനെയൊന്നും പറയല്ലേ. നിനക്കിപ്പോ എന്താണ് പ്രശ്നം? എനിക്ക് ഈ കിണറ്റിൽ വെള്ളം പറ്റിച്ചു, മൊത്തം അളിഞ്ഞ വെള്ളമാണ്, കലക്ക വെള്ളമാണ് മൊത്തം. അത്രേ ഉള്ളല്ലോ. അത്രേ ഉള്ളൂ. അത് ഞാൻ റെഡിയാക്കി തരാം. നീ എന്താ അകത്തോട്ട് പോയേ? എന്റെ സ്വഭാവം മാറ്റരുത്. ഈ കിണറ് നിന്റെ സ്വഭാവമായിട്ട് എന്ത് ലോജിക്ക് ഇല്ലാത്ത വർത്താനം പറയാം. കേറി പോടി. അയ്യോടാ, അതും ഒരു ശരിയാ. ഞാൻ ഒറ്റയ്ക്ക് ഇത് അങ്ങനെ പറ്റിക്കാനാ. ആരേലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ ബിജുവേ, എന്താണോ? എവിടാടാ? ഞാൻ നമ്മുടെ കലുങ്കയിലിരിക്കുന്നു. കലുങ്കാലിരിക്കാൻ നീ എന്നാ ബലിക്കാക്കയാണോ? അണ്ണാ, എന്റെ വൈകുന്നേരം നല്ല വർത്താനം കേൾക്കല്ലേ കേട്ടോ. 1-ാം തീയതി ഇവിടെ തലപ്പുരം എടുത്തിരിക്കുകയാണ്. ഇന്ന് 1-ാം തീയതി അല്ലേ സാധനം കിട്ടത്തില്ലെന്ന്. അപ്പൊ ഇന്ന് 1-ാം തീയതി ആണല്ലേ? പിന്നല്ലാതെ. ഒരു കാര്യം ചെയ്, നേരെ വീട്ടിലോട്ട് വാ. 2 അടിക്കാതെ വാ. ഉണ്ടാ പിന്നെ എന്നതേ ഞാൻ എത്തി. അങ്ങനെ ഒരാളെ കിട്ടിയെന്ന് പറ്റിക്കാൻ. എടി സുമേ, സുമേ, ഈ കൊച്ചിനെ ഞാൻ അണ്ണാ അണ്ണാ ഹലോ അണ്ണാ, എത്ര പെട്ടെന്ന് വന്നോടാ? എന്താ അണ്ണ എന്റെ ദൈവമാ. അണ്ണ എന്റെ ദൈവമാ. എന്തോ കാണിക്കുവാടേ എന്റെ ദൈവമാ. നീ അങ്ങനെ പറയാതെ, എന്റെ ഇല്ലാത്ത രോമം എണ്ണിട്ടിരിക്കുക. അണ്ണ എന്താ പറയുന്നേ? എവിടുന്ന് കിട്ടിയണ്ട ഈ സാധനം? അതൊക്കെ പോട്ടെ, നിനക്ക് പണിയില്ലായിരുന്നു? പണി ഉണ്ടായിരുന്ന, പക്ഷെ ഞാൻ പോയില്ല. എന്താ? ഭയങ്കര ദേഹത്ത് വേദന. അയ്യോ, കൈ വെക്കാൻ മേല, കാല് വെക്കാൻ മേല, ഒരു രക്ഷയില്ല. ഞാൻ ഡോക്ടറെ പോയി കണ്ട്. അപ്പൊ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞതേ, ഈ സൂര്യന് ചുറ്റും ഭൂമി കിടന്ന് കറങ്ങുന്ന പോലെ എന്റെ വൃക്കകൾ 2 കൂടെ ഇങ്ങനെ കറങ്ങുവാന്ന. പിന്നെ മിലിറ്ററി അടിച്ചിട്ടോ അന്ന് ചന്ത വെച്ചാ ബഹളം ഉണ്ടായില്ലേ? ഒരു മിലിറ്ററിക്കാരൻ വന്നൊരു ഒറ്റ ആടി ഇവിടെ തന്നിട്ടുണ്ടല്ലോ. 7 ദിവസം കഴിഞ്ഞ ഈ ചെവിക്ക് കേൾവി ശക്തി കിട്ടിയത്. അതല്ലെന്ന്, പിന്നെ കോട്ട സാധനം അടിച്ചിട്ടുണ്ടോ? അയ്യോ, അതടിച്ചിട്ടില്ല. എന്റെ പൊന്നെ, എന്നെ ഇരുപന്ന സാധനം ഉണ്ടല്ലോ, അമ്മാതിരി സാധനമാണ്. ആണോ? അതല്ല, ഒരു 60 എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു ഐസ് വിട്ട് ഇങ്ങനെ ഒരു പിടിപിടിക്കാൻ എന്നാ സുഖമാണെന്നറിയോടാ. എന്താ മനുഷ്യനെ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ? എടുത്തോണ്ട് വാ. സാധനം ഉണ്ട്, കൊണ്ടുവരും. എന്നാ കൊണ്ടുപോ. കാണിച്ചത് 1-ാം തീയതി വേറെ സാധനം കിട്ടുമോ? സൂക്ഷിച്ച് വേണ്ട അതുണ്ടാക്കാൻ. ഒരു മഴ അല്ലടാ, നീ മുമ്പേ ദൈവമാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ കണ്ടാച്ചാലും മതി ദൈവം. ദൈവം. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് സാധനം വേണം, ഇല്ലെങ്കിൽ ഞാൻ വിഷയം ഉണ്ടാക്കുവേ.
സാധനം വേണല്ലേ? എടാ ഞാൻ റെഡിയാക്കി തരാം. ആ. ഇതിൽ ഇറങ്ങാൻ ആ മൂലംകൊഴിയിലെ സുമേഷിനെ ഒന്ന് വിളിച്ചാലോ? നിങ്ങൾക്കല്ലേ തലയ്ക്ക് ഭ്രാന്താണോ? എന്താ അവൻ ഇറങ്ങാനേ അറിയുള്ളൂ, കയറാൻ അറിഞ്ഞുകൂടാ. അതെന്താ? അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോട്ട് ഒരാഴ്ച ആയില്ലേ, ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല. എങ്ങനെയാണെന്നുള്ള കാര്യം ഞാനങ്ങ് ഇറങ്ങിയാലോ? ഞാൻ കാണിക്കാൻ. അതല്ല, ഇത് 2000 രൂപയുടെ സാധനം, അത് മിലിറ്ററി. ഞാൻ ഇറങ്ങാം. ഞാൻ ഇറങ്ങാം. എടാ നിന്റെ കെട്ടി കിടന്ന് കറങ്ങുമല്ലയോ? എനിക്കൊരു ഗുരുവില്ല, നിങ്ങൾ പോയാ നിങ്ങൾ നീ ഇറങ്ങാൻ പോകണം. ഞാൻ ഇറങ്ങാം. എന്നാ ഇറങ്ങ്. അയ്യോ, എന്താ എന്നാ ഉയരമാണ്. വെള്ളം ഇത്തിരി കൂടുതലാ. നമുക്കൊരു കാര്യം ചെയ്യാം, മോട്ടർ വെച്ച് അടിച്ചു പറ്റിക്കാം. അതിനിപ്പോ മോട്ടർ എവിടെ നിന്ന് എടുക്കാനാ? എന്റെ വീട്ടിൽ ഇരിക്കല്ലേ സാധനം? ആണോ? പിന്നെ അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ് എടുപ്പിച്ചോളാം. എന്നാ വിളി കേട്ടോ. അയ്യോ, എടാ സുരേഷേ, നീ എൻ്റെ വീട്ടിലോട്ട് ചെന്നിട്ടേ നമ്മുടെ ആ കിണറ്റിൽ വെള്ളം അടിക്കുന്ന 1.5 മോട്ടറില്ലേ, അതിന് എടുത്തോണ്ട് വാ. സുഭാഷന്റെ വീട്ടിൽ പറഞ്ഞു, സുഭാഷന്റെ വീട്ടിൽ. ശരി എന്നാ, ഓക്കെ. ഒരു പ്രശ്നമുണ്ട്. വീട്ടിലെ കറണ്ടേ വന്നും പോയി നിൽക്കുക. അതിനാ കറണ്ട് നിങ്ങളോട് അങ്ങ് പിണങ്ങിയ? അതാ പറഞ്ഞ കറണ്ട് ഇല്ലെന്ന്. ഇല്ലേ? ഇല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജനമാർദ്ദൻ എടുത്താ പോരെ? ആരാ ജനമാർദ്ദൻ? ജനമാർദ്ദനോ? കറണ്ട് പോകുമ്പോ കറണ്ട് എടുക്കുന്ന സാധനം. ജനറേറ്റർ. അതല്ലേ പറഞ്ഞത്, എടുക്കാമല്ലോ. അതെടുക്കാം. മോനെ ബിജുവേ, വെള്ളം വല്ലതും കുടിച്ചായിരുന്നോടാ? ഇല്ലേ? ഇല്ലയോ? ഞാൻ വീട്ടിൽ പോയി കുടിച്ചിട്ട് വാ. വണ്ടി വന്നു. ഓടി നിക്കണ്ണ. വലിയ വെയിറ്റ് ഒന്നും ഇല്ല, എന്നാലും അണ്ണനും കൂടെ പിടിച്ചോ. വർക്കാണോന്നോ? ഞാൻ ഇന്നലെ ഉപയോഗിച്ചോണ്ടിരുന്നല്ലേ. ആണോ? പിന്നെ കണക്ഷൻ കാര്യമല്ല, ഞാൻ കൊടുത്തു. ഇവിടെ ഓസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഓസം ഉണ്ടല്ലേ. കൊടുക്ക, കണക്ഷനൊക്കെ ഞാൻ കൊടുത്തോളാം. റെഡി? നോക്കിയേ. ഓണായി. വെള്ളം വലിയുന്നുണ്ട് കേട്ടോ. വെള്ളം വലിയുന്നുണ്ട്. അണ്ണാ, ഇതിനെ എത്ര അരിഞ്ഞാണോ? എത്ര ഒരെണ്ണം ഉള്ളത് നൂലിട്ട് കെട്ടിയേക്കുവാ. ഇയാളുടെ കാര്യമാണോ ചോദിച്ചത്? കിണറിന് എത്ര അരിഞ്ഞാണോ ഉണ്ടെന്നാണ്? 6 റിങ് ഉണ്ട്. 6 റിങ് അല്ലേ? നീ നോക്കിയിരിക്കാതെ ഇറങ്ങാൻ നോക്കുന്നു. ഞാൻ ഇറങ്ങാം. പണ്ട് ഇതൊക്കെ കാണുമ്പോ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എന്താടാ? എന്റെ അപ്പൂപ്പൻ ഇതുപോലെ ഒരു പണിക്ക് വേണ്ടി പോയായിരുന്നു. അങ്ങനെ കിണറിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴറിയുന്നത് കിണറ്റിന്റെ അടിയിൽ ശകലേ വെള്ളമുള്ളൂ. ആണോ? അപ്പൂപ്പൻ അങ്ങോട്ട് ചെന്നേച്ച് കൊട്ടുകൂടി എടുത്തേച്ച് കിണറിന്റെ 4 മൂലയ്ക്കും ഓരോ കണാച്ചിട്ട് അപ്പൂപ്പൻ അങ്ങോട്ട് ചെന്ന് കിണറ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തേച്ചത് ഇങ്ങനെ തിരിച്ചങ്ങ് വെച്ച്. ഈ അടി കിടന്ന വെള്ളം മുഴുവൻ മേളി വന്ന്. ഇപ്പോഴും ഉണ്ടല്ലോ ആ കിണറ്റിലെ വെള്ളം പറ്റിയിട്ടില്ലെന്നാ പറയുന്നത്. അപ്പൂപ്പൻ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഇതിങ്ങനെ തിരിച്ചു വെച്ചപ്പോഴേ അപ്പൂപ്പൻ അതിന്റെ അടിയിലായി പോയി. കൂടുതൽ കഥ പറയാൻ ഒന്ന് ഇറങ്ങി അതിനകത്തോട്ട്. ഇറങ്ങണ അതൊക്കെ സംഭവമൊക്കെ നമ്മൾ ഇറങ്ങി എടുക്കാറുണ്ട്. കാല് വിറയ്ക്കുന്നുണ്ട്. ആണോ? തല കറങ്ങുന്നുണ്ട്. ആരെ? എന്റെ പതുക്കെ പോണടാ. പിടിച്ചിറങ്ങണേ. തൊടിയൊക്കെ സൂക്ഷിക്കണേ. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എന്താ അണ്ണാ, ഒരു കിടക്കാച്ചി സാധനം കിട്ടിയിട്ടുണ്ട്. കിട്ടിയാ? കിട്ടി. എടുക്കട്ടാ? അയ്യോ എന്റെ കാലം. നിങ്ങൾക്ക് ഇതിനകത്ത് ഒളിച്ചിരുന്നോണ്ട് വാറ്റിയ പരിപാടി ഉണ്ടായിരുന്നല്ലേ? അതൊന്നും അല്ല. ഞാൻ എന്നോട് വഴക്കിടുമ്പോ ഓരോന്ന് പറഞ്ഞ അടുത്ത് അറിയുന്നതാ. ആണോ? തഥാസ്തു. എടാ ഞാൻ അതിനകത്തുണ്ടാന്ന് നോക്കിയടാ. എന്തൊക്കെ ചേച്ചി പറയണേ? എടാ വഴക്കിടുമ്പോ ഇങ്ങനെ എന്നോട് ഇടക്കിടക്ക് പറയാം നിന്നെ അടുത്ത് കെൻ്റെ ഇടുവെന്ന്. അങ്ങനെ കെട്ടിട്ടാ എന്നേ കിണർ ഞാൻ മൂടിയനെ. എടാ അണ്ണാ, ഒരുമാതിരി നാണോ മാനോ ഇല്ലാത്ത കിണറാ കേട്ടോ. എന്താണോ ഉടുത്ത തുണി പോലും പറിച്ച് കളഞ്ഞാ ഈ കിണർ നിൽക്കുന്നത്. കണ്ടില്ലേ? എന്തായാലും നീ ഇറങ്ങിയില്ലയോ? ആ സൈഡിലത്തെ ആ പായലും അത് ആ വല അതെല്ലാം വലിച്ചു മാറ്റാവൂടാ താഴോട്ട്. ഇതെല്ലാം വൃത്തിയാക്കാനാണോ? ചെളിയെല്ലാം കേട്ടോ. എല്ലാം അടിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടായിരിക്കുന്നത്. കയറിട്ട് തരാം. എല്ലാം അടിച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ട്. വെള്ളം കോരി എടുത്തേക്കണേ. എല്ലാം വൃത്തിയായി. വലിച്ചോ പിടിക്കട്ടെ. വലിച്ചോ. പോട്ടെ. പണിയായി പോയേ. ബിജുവേ, എല്ലാം റെഡിയാണല്ലോ? എല്ലാം റെഡിയാണ്.
ഇനി ആ സാധനമായിട്ട് കയറി വാ. ആ, ആ സാധനമായിട്ട് കയറി വരാം. അതാ പറഞ്ഞണ്ണാ. അണ്ണാ, ഈ സാധനം ഒഴിക്കാൻ അച്ചാറല്ലേ അണ്ണാ നല്ലത്? ഈ മുറുക്കെന്തിനാ? അത് ഞാൻ പറയാം. ഇത് തന്നെയല്ലേ മുമ്പേ പറഞ്ഞോണ്ടിരുന്നത്? ചേട്ടാ, ഇന്ന് 1-ാം തീയതിയാണോ? ആ. സാധനം കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് കട്ടൻ അടിക്കാൻ മുറുക്കാണ് ബെസ്റ്റ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.